എന്നെങ്കിലും ഒരിക്കൽ മുത്തശ്ശി വിളിച്ചിട്ട് ആ വള ഇവിടെ മോളേന്ന് ചോദിക്കുമ്പോ അത് ഞാൻ കാണിച്ചു കൊടുക്കണ്ടേ? ആ, ഞാൻ എടുക്കാൻ പോവാ. അയ്യോ കൃഷ്ണൻ, കൃഷ്ണനെ സൂക്ഷിച്ച് നോക്കി. അയ്യോ, തലക്കുറികൾ കൈമാറിക്കോളൂ. എന്നാ ഇനിയിപ്പോ മോതിരമാറ്റം നടത്താല്ലേ? നടക്കട്ടെ. കൂടെ ജീവിക്കേണ്ട ആളെ ഞാൻ ആദ്യമായിട്ട് കാണാൻ പോവാ. നീ ആരടി പെണ്ണ്? ഇവിടെ സിറ്റിയിൽ ലക്ഷക്കണക്കിന് പെണ്ണുങ്ങൾ ഒഴുകി നടക്കുന്നുണ്ട്. അവരുടെയൊക്കെ കൂട്ടത്തില് ജസ്റ്റ് ഒരുത്തി ഈ നിൽക്കുന്ന നിന്റെ ഫ്രണ്ട്സിനെ പോലെ. അല്ലാതെ നിനക്ക് വിശേഷിച്ച പ്രത്യേകതകളൊന്നുമില്ല. ആ പാമ്പ് പൊത്തിലുണ്ടായിരുന്നിട്ടും നിന്നൊന്നും ചെയ്തില്ലല്ലോ കൃഷ്ണേ. നാഗങ്ങളെ സത്യമുള്ളവരാ. അവർക്ക് ആടിപ്പാടാൻ നന്നായിട്ട് കളം വരച്ചവരെ അവരൊന്നും ചെയ്യില്ല. ഈ വളയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, അതിലൊരു സംശയമില്ല. സുരേന്ദ്രേട്ടാ, ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ഈ വള ഞാൻ കളയില്ല. ഇതെന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. നിശ്ചയം കഴിഞ്ഞോ? കഴിഞ്ഞു തിരുമേനി. എന്നാ നമുക്ക് മടങ്ങാം അല്ലേ? അകത്തേക്കിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോ. വേണ്ട, കാവില് കുറച്ചുകൂടി ജോലി ബാക്കിയുണ്ട്. എല്ലാം നന്നായിട്ട് നടക്കട്ടെ. ഇനി ഭയപ്പെടുക തന്നെ വേണം. ഈ നിശ്ചയപ്രകാരം വിവാഹം നടന്നാൽ അപകടം ഉറപ്പാ. കളരിക്കൽ തറവാടിന്റെ ശാപം അവസാനിച്ചിട്ടില്ല. ഈ തറവാട്ടിലേക്ക് വന്നു കയറുന്ന പെൺകുട്ടിക്ക് മരണം നിശ്ചയ. സർപ്പക്കാവിലെ അനിഷ്ട സംഭവങ്ങൾ അത് തന്നെയാണല്ലോ സൂചിപ്പിക്കുന്നത്. വിധിയുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഈ വിവാഹം നടക്കാതിരിക്കട്ടെ. എന്താ സിനി, എന്താ നിന്റെ മുഖത്തൊരു പരിഭ്രമം? ഏയ്, ഒന്നുമില്ല മാഡം. ഈ അവസരത്തിൽ ഇത് പറയണ്ട. തൽക്കാലം ഈ ചടങ്ങ് പൂർത്തിയാവട്ടെ. എന്റെ അമ്മയ്ക്ക് വേണ്ടി ഈ ഒരു ചടങ്ങ് വരെ ഞാൻ ക്ഷമിക്കും. അത് കഴിഞ്ഞാ തന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം.